ചോദ്യപേപ്പർ ചോർച്ച തടയാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. IIT ഉദ്യോഗസ്ഥരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താമെന്ന് കോടതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA-ക്ക് രൂക്ഷ വിമർശനം. പരീക്ഷാ നടത്തിപ്പിൽ നിരന്തരം വീഴ്ചയെന്നും വിദ്യാർത്ഥികളെ നിരാശരാക്കരുതെന്നും കോടതി പറഞ്ഞു. പരീക്ഷയുടെ പ്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രത്യേക സത്യവാങ്മൂലം സമർപ്പിക്കാനും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. റഷീദ് ബിൻ മുഹമ്മദ് ചേരുന്നുണ്ട്. റഷീദ്, രൂക്ഷമായ വിമർശനമാണ് NTA-ക്ക് ഉണ്ടാകുന്നത്, കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത്? വിനിഷ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ സംഘടന നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർണായകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചകൾ സംബന്ധിച്ച് അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ നടപടികൾ ഇതുവരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് NTA അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ആവശ്യമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ജൂൺ 21 നടക്കുന്ന പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള യോഗങ്ങളും അതിൻ്റെ എല്ലാ ഈ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ് എന്നുള്ളതാണ് NTA സുപ്രീം കോടതിയിൽ ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് രാജ്യത്ത് ആദ്യമായല്ല NTA-യുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിക്കുന്നത്. ഇത്തരം പിഴവുകൾ രാജ്യത്തിനകത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വർഷങ്ങളോളമായി അവർ കഷ്ടപ്പെടുന്ന അവരുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് NTA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 6 ആഴ്ചക്കുള്ളിൽ ഇതിന് മറുപടി നൽകണമെന്നുള്ളതാണ്. അതായത് NTA-യുടെ നടപടിക്രമങ്ങളെ എങ്ങനെ നിരീക്ഷിച്ചു വരുന്നതെന്നും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതും കൃത്യമായി തന്നെ ഈ സത്യവാങ്മൂലത്തിൽ നൽകണം എന്നുള്ളതാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചോദ്യം ഈ ചോദ്യപേപ്പർ ചോർച്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതിൽ ഈ ചോദ്യപേപ്പർ ഇനി തയ്യാറാക്കുന്ന രീതി, അതിൻ്റെ അച്ചടി സംവിധാനം, ഗതാഗതം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരിച്ചുകൊണ്ട് തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ, മോണിറ്ററിംഗ് കമ്മിറ്റിയെ സ്ഥാപിക്കാമെന്നുള്ള ഒരു വാക്കാൽ പരാമർശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ IIT ഉദ്യോഗസ്ഥരെ അടക്കം ഉപയോഗപ്പെടുത്താം എന്നുള്ള, അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയും ജസ്റ്റിസ് നരസിംഹയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് NTA-ക്കെതിരെ ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആരൊക്കെയാണ് ഈ സമിതിയിൽ വേണമെന്നാണ് കോടതി പറയുന്നത്? ഈ മോണിറ്ററിംഗ് സമിതിയിൽ വിനിഷ, നിലവിൽ IIT ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘത്തെ രൂപീകരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ എത്ര പേർ ഉൾപ്പെടുത്തണം എന്നതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. നേരത്തെ തന്നെ 6 അംഗ സംഘത്തെ ഉപയോഗപ്പെടുത്തുകയും അവരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്ന് വരികയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അടുത്ത മാസങ്ങളിൽ നടക്കുന്ന പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് അവലോകന യോഗങ്ങൾ ചേരുന്നതിന് NTA-യുടെ ഈ K. രാധാകൃഷ്ണൻ അദ്ദേഹത്തെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ സ്ഥാപിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഇതിൽ വാക്കാലുള്ള ഒരു പരാമർശം മാത്രമാണ്. കാരണം നിരന്തരമായി തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ച അത് രാജ്യത്ത് സംഭവിക്കുകയും നിരവധി വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധിയിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നടപടികൾ വേണമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ ചോർച്ചകളിൽ നിന്നും പാഠം പഠിച്ചില്ല എന്നുള്ളത് 3 ദിവസം മുമ്പ് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സുപ്രീം കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സമർപ്പിച്ചിട്ടുള്ള ഈ സത്യവാങ്മൂലത്തിൽ, അത് NTA സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിലും കൃത്യമായി ചോദ്യപേപ്പർ എങ്ങനെ ചോർന്നു എന്നുള്ളതിലൊരു വിശദീകരണം നൽകാൻ ആയിട്ടില്ല. ഇതോടുകൂടിയാണ് ഇത്തരം നടപടികൾ, അതായത് ജൂൺ 21 നടക്കുന്ന പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യം സുപ്രീം കോടതിയെ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും IIT ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ആ സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം വേണമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരി റഷീദ.